ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് നാടൻ രുചികൾ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ഹൽവ ഉണ്ടാക്കുന്നത് കുറച്ചൊരു ലോങ് പ്രോസസ്സാണ്. ഒരു 45-50 മിനിറ്റോളം നന്നായി ഇളക്കിയെടുത്താലാണ് നമുക്കിങ്ങനെ കറക്റ്റായിട്ടുള്ള അലുവ തയ്യാറാക്കാൻ പറ്റുകയുള്ളൂ. ഇനി അലുവ തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ കുറച്ച് കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇവിടെ ഞാൻ കുറച്ച് ആഴമുള്ള ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വെള്ളമൊന്ന് വൈപ്പ് ചെയ്ത് വെക്കുക. ഇനി ഇതൊന്ന് ഗ്രീസ് ചെയ്യണം. ഇതിലേക്ക് ഓയിലോ നെയ്യോ കുറച്ച് പുരട്ടി ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് കാഷ്നട്ട് എടുക്കണം. കുറച്ച് വലിയ പീസായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായ കാഷ്നട്ടും പിന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കാഷ്നട്ടും എടുത്തിട്ടുണ്ട്. കാഷ്നട്ടിന് പകരം പിസ്തയോ ബദാമോ ഉപയോഗിക്കാം. ഇനി ഒരു വലിയ ബൗളിലേക്ക് കോൺഫ്ലവർ 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിന്നിവിടെ കോൺഫ്ലവർ കൊണ്ടാണ് ഈ അലുവ തയ്യാറാക്കുന്നത്. 1 കപ്പ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ കോൺഫ്ലവർ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയെടുക്കുന്നതിന് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. ആദ്യം തന്നെ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പ് മുഴുവനായി ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പൊടി നന്നായിട്ട് അതിൽ മിക്സായി വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കട്ട കെട്ടി കിടക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളമായി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ 1/2 കപ്പ് വെള്ളത്തിൽ പൊടി നന്നായിട്ട് ഇവിടെ മിക്സായി എടുത്തിട്ടുണ്ട് എന്ന് കരുതി ഇത്ര വെള്ളം മാത്രം പോരാ. അലുവയുടെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവുന്നതിന് 1/2 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി 1 കപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കോൺഫ്ലവർ 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു പാകത്തിനായിരിക്കണം നമ്മുടെ കോൺഫ്ലവർ തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർക്കാം. ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് റോസ് വാട്ടർ ഒരു 1/2 ടീസ്പൂൺ ഒഴിച്ചാൽ മതിയാകും. ഞാനിപ്പോൾ ഏലക്കാപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അലുവയ്ക്ക് ആവശ്യമായിട്ടുള്ള കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റെഡ് ഫുഡ് കളറാണ് ചേർത്തിട്ടുള്ളത്. ഈ അലുവയ്ക്ക് ഓറഞ്ച് നിറമാണ് കൂടുതൽ ഉണ്ടാകാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓറഞ്ച് കളർ ഇഷ്ടമാണെങ്കിൽ ഓറഞ്ച് ഫുഡ് കളർ ചേർക്കാവുന്നതാണ്. ഓറഞ്ചോ മഞ്ഞയോ ഏത് കളർ വേണമെങ്കിലും ചേർക്കാം. ഇനി കളറൊന്നും ചേർത്തതില്ലെങ്കിലും പ്രശ്നമില്ല. ഞാനിപ്പോൾ റെഡ് ഫുഡ് കളറാണ് ചേർത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ റെഡ് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അലുവയുടെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അലുവ തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഒരു വലിയ പാത്രത്തിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി അലുവയ്ക്ക് ആവശ്യമായിട്ട് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ കോൺഫ്ലവർ എടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി 2 കപ്പ് മധുരം ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരമുണ്ടാകും. മധുരം കുറച്ച് വേണമെന്നുള്ളവർക്ക് 1.25 കപ്പോ 1/2 കപ്പോ പഞ്ചസാര ചേർത്താൽ മതിയാകും. ഇനി ഈ പഞ്ചസാര വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഉരുകി വരട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം. ഒറ്റനൂൽ പരുവമൊന്നും ആകേണ്ട ആവശ്യമില്ല. പഞ്ചസാരയൊന്ന് ഉരുകി വന്നാൽ മതി. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര തണുത്ത് വരുമ്പോൾ ക്രിസ്റ്റലൈസ് ആയി പോകാതിരിക്കാനാണ് നാരങ്ങ നീര് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകുന്നതിന് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മാത്രം മതിയാകും, കൂടുതലായി പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഇതൊഴിക്കുന്ന സമയത്ത് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലേക്ക് കോൺഫ്ലവർ സെറ്റിലായി പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി വേണം പഞ്ചസാരയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ.
ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കോൺഫ്ലവറിൻ്റെ മിക്സ് പഞ്ചസാരയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ സമയം മുതൽ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിം ആയിരിക്കണം, അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിം ആയിരിക്കണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇനി ഇപ്പോൾ മുതൽ കൈവിടാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഈ സമയത്ത് നമ്മൾ അലുവയുടെ മിക്സ് ഇട്ടിട്ട് ഒരിടത്തും പോവരുത്. എപ്പോഴും കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീയും വെച്ചിട്ടുണ്ടാവുക. പെട്ടെന്ന് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ തന്നെ കോൺഫ്ലവറൊക്കെ പെട്ടെന്ന് കുറുകി വരും. അങ്ങനെ വന്നിട്ട് കാര്യമില്ല. അപ്പോൾ ആ അലുവയുടെ ഒരു ടേസ്റ്റൊന്നും കിട്ടില്ല. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മിക്സ് ആയിട്ടുള്ളത്. അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരു 40 മിനിറ്റോളം നന്നായി തന്നെ ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഭാഗം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈവിടാതെ നന്നായിട്ടൊരു 10 മിനിറ്റ് ഇളക്കുക. അപ്പോൾ ഈ വെളിച്ചെണ്ണ മുഴുവൻ ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് വലിച്ചെടുത്തിട്ടുണ്ടാവും. നന്നായിട്ട് അബ്സോർബ് ചെയ്യും. ഇപ്പോൾ വെളിച്ചെണ്ണ കാണുന്നില്ല, വെളിച്ചെണ്ണ മുഴുവനായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത 10 മിനിറ്റിന് ശേഷം ബാക്കിയുള്ള വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോഴും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയും അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് കാഷ്നട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ കാഷ്നട്ടും നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ ടോട്ടൽ ഒരു 50 മിനിറ്റോളം ആയിട്ടുണ്ട്. 1 മണിക്കൂർ അടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നെയ്യ് നന്നായിട്ട് ഇവിടെ തെളിഞ്ഞു വരുന്നത് കാണാം. ഇനി നെയ്യ് കൂടുതലായിട്ട് ഈ മിക്സ് അബ്സോർബ് ചെയ്യില്ല. ആ സമയം വരെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകമാണ് കറക്റ്റ്. ഇനി നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് വലിയ പീസിൻ്റെ കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് പകരം വേണമെങ്കിലും പിസ്തയോ ബദാമോ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ കാഷ്നട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ മിക്സ് നമുക്ക് കുറച്ചായിട്ട് ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അലുവയുടെ ചൂട് പോകാതെ തന്നെ ഉടനെ തന്നെ ട്രേയിലേക്കിട്ട് സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ പെട്ടെന്ന് കോരി ട്രേയിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഞാൻ മുഴുവനായി ട്രേയിലേക്ക് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഈ സ്പൂണിൻ്റെ അടിവശം വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് അമർത്തി അലുവയുടെ ഷേപ്പാക്കി എടുക്കാം. നന്നായിട്ട് അമർത്തി യോജിപ്പിച്ചെടുക്കണം. അപ്പോഴാണ് അലുവയുടെ ആ കറക്റ്റായിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ തണുക്കാനായിട്ട് വെക്കണം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അലുവയുടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ പ്ലേറ്റ് ട്രേയുടെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കമത്തിയാൽ മതി. അപ്പോഴേക്കും തന്നെ ഓയിലൊക്കെ നന്നായിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ വിട്ടുവരും. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി അലുവ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കാണാൻ തന്നെ വളരെ ഭംഗിയുണ്ട്. നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ച ട്രേയിലിട്ട കാഷ്നട്ടൊക്കെ അങ്ങനെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ചൊരു ലോങ് പ്രോസസ്സാണ്. നമ്മൾ കൂടുതൽ സമയം ഇങ്ങനെ ഇളക്കേണ്ടി വരും. പക്ഷേ കടയിൽ നിന്നൊക്കെ വാങ്ങാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ വീട്ടിൽ തയ്യാർ ചെയ്ത അലുവയൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി കൊടുക്കാം. ഇനി ഞാനിതിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇത് വളരെ സോഫ്റ്റാണ്. ഇനി ഇത് കുറച്ചുകൂടി കട്ടിയായിട്ട് വേണമെന്നുള്ളവർക്ക് ഒരു 1.25 മണിക്കൂർ വരെയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി. ഇപ്പോൾ ഞാനൊരു 50 മിനിറ്റോളമാണ് ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുള്ളത്. ഈ സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ എത്ര സോഫ്റ്റാണ്. ഞാൻ അതിന് അകംഭാഗം ഒന്ന് കാണിച്ചു തരാം. നന്നായിട്ട് അലുവയുടെ ആ പാകമായിട്ടുണ്ട്. നന്നായിട്ട് ചേർന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതിൻ്റെ ഒരു പീസ് ഒന്ന് കഴിച്ച് നോക്കട്ടെ.
നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.